നിങ്ങൾക്കറിയുമോ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് കണ്ണട വയ്ക്കുന്നത് കുറ്റമല്ല എന്നുള്ള കാര്യം? അതോ നിങ്ങൾ ഇല്ലീഗലായി പണിത കെട്ടിടം ഗവൺമെന്റ് ഉപയോഗിക്കുകയും അതിന് വാടക തരാതിരിക്കുകയും ചെയ്യുന്നത് കുറ്റമാണോ? വരൂ പോകാം കേരളത്തിൽ ആരും അത്രമേൽ പറഞ്ഞിട്ടില്ലാത്ത നിയമങ്ങളിലേക്ക്. And hi, I'm Advocate Jomol Arun. Let's go to the yet another video on the topic shocking and unknown legal facts in Kerala. പ്രതിമയും സൺഗ്ലാസും എന്താണല്ലേ? 2023 ആലുവയിലെ ഒരു നിയമ വിദ്യാർത്ഥി ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വയ്ക്കുകയും ഒരു ക്രിസ്മസ് റെത്ത് ഇടുകയും ഗാന്ധി ഈസ് ലോങ് ഡെഡ് എന്ന് മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് IPC സെക്ഷൻസ് 156 426 ക്രിമിനൽ ചാർജുകൾ ആ വ്യക്തിക്ക് നേരെ ചുമത്തിയിരുന്നു. എന്നാൽ കേരള ഹൈക്കോടതി എന്ത് പറഞ്ഞെന്നോ? സംഭവം ശരിയൊക്കെയാണ്, ഇമ്മോറലൊക്കെയാണ്. എന്നാൽ പ്രതിമയെ അപമാനിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി പറയുന്ന നിയമം ഇല്ല എന്നുമാണ്. When does disrespect to a statue becomes crime? And apparently here it doesn't. അനധികൃതമായി പണിത കെട്ടിടങ്ങൾക്ക് സർക്കാർ വാടക നൽകണമോ? ആൻഡ് ദി ആൻസർ ഈസ് യെസ്. കേരള ഹൈക്കോടതിയുടെ വിധി പ്രകാരം കേരള സർക്കാർ ദുരന്ത നിവാരണ നിയമപ്രകാരം അനധികൃതമായി പണിതിട്ടുള്ള സ്വകാര്യ കെട്ടിടങ്ങളായാലും അവ ഉപയോഗിക്കുകയാണെങ്കിൽ അവയ്ക്ക് വാടക നൽകേണ്ടതായിട്ട് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Even if the building is built without permission, you can still get paid rent if the state uses it in an emergency. അടുത്തതായി, കുട്ടികളില്ലാത്ത സീനിയർ സിറ്റിസൻസിനെ ആരാണ് സംരക്ഷിക്കേണ്ടത് എന്ന് നോക്കിയാലോ? ആൻഡ് ഇറ്റ്സ് ദി ലീഗൽ ഹെയർസ്. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് പ്രകാരം കുട്ടികളില്ലാത്ത സീനിയർ സിറ്റിസൻസിനെ സംരക്ഷിക്കേണ്ടത് അവരുടെ ലീഗൽ ഹെയർസ് ആണ്. അതായത് കുട്ടികളില്ലാത്ത സീനിയർ സിറ്റിസൻസിൻ്റെ കാലശേഷം ആരാണോ അവരുടെ സ്വത്തിന് അവകാശിയായിട്ടുള്ളത് അവർക്കാണ് അവരെ സംരക്ഷിക്കുവാനുള്ള ചുമതലയുള്ളത്. ആൻഡ് നോട്ട് എ പേഴ്സൺ ഹൂ ഈസ് ബെനിഫിറ്റഡ് ഫ്രം എ ഗിഫ്റ്റ് ഓർ ഇൻഫോർമൽ റിലേഷൻഷിപ്പ്. ദി ടോഡി ട്വിസ്റ്റ്, എ 16-year ലീഗൽ ബാറ്റിൽ. അതായത് നമ്മുടെ കേരളത്തിലെ പ്രാദേശിക മദ്യമായ കള്ള്. ഇതിലെ ആൽക്കഹോൾ ലെവൽ 8.98% ഉയർത്തിക്കൊണ്ട് കോടതി അനുവദിച്ചു. ഇത് 16 വർഷത്തെ നീണ്ട നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണെന്നറിയാമോ? ഇക്കാര്യം ആരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല അല്ലേ? ഓക്കെ. എ ഫോമർ ജസ്റ്റിസ് ഹു വാസ് ജയിൽഡ് ബിഫോർ ബെഞ്ച്. സുപ്രീം കോടതിയിലെയും കേരള ഹൈക്കോടതിയിലെയും ജഡ്ജായിരുന്ന VR കൃഷ്ണ അയ്യർ. നാടിൻ്റെ നിയമചരിത്രത്തിൽ ആർക്കും പകരം വയ്ക്കാൻ പറ്റാത്ത സമാനതകളില്ലാത്ത ഒരു ജഡ്ജായിരുന്നു VR കൃഷ്ണ അയ്യർ. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, അതായത് 1948 കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകി എന്ന ആരോപണത്തോടെ ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് 1 മാസത്തിന് ശേഷമാണ് തെളിവില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിട്ടയച്ചത്. യെസ്, ഹീ ഈസ് ദ പേഴ്സൺ ഓർ ഹീ ഈസ് ദ ജഡ്ജ് ഹൂ ലീവ്ഡ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ബാർ. ഗാന്ധിജിയുടെ കണ്ണട മുതൽ എന്തെല്ലാമാണല്ലേ. ഇനിയും ഇത്തരം വിധിരഹസ്യങ്ങൾ അറിയണോ? സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ആൻഡ് ജസ്റ്റ് റിംഗ് ദി ബെൽ ഐക്കൺ. ആൻഡ് ദിസ് ഈസ് മീ, അഡ്വക്കേറ്റ് ജോമോൾ അരുൺ, സൈനിങ് ഓഫ്.